പുസ്തകത്തിലെ ഖലീൽ ജിബ്രാന്റെ കവിത ഗുഡ് ആൻഡ് ഈവിൾ. ഇതില് ഒരു ചോദ്യമുണ്ട്. ഹൗ ഡസ് ദ പോയറ്റ് സ്പീക്ക് ഓഫ് ഗുഡ് ത്രൂ ദ ഇമേജസ് ഓഫ് സ്പീച്ച് ആൻഡ് വാക്ക്? സംഭാഷണം പിന്നെ നടത്തം, ഈ രണ്ട് വാക്കുകളെ ബിംബങ്ങളായി കൽപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് കവി നന്മയെക്കുറിച്ച് ഈ ബിംബങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? ഇതാണ് ഇതിന്റെ നമുക്ക് എങ്ങനെയാണ് ഇതിന് ഉത്തരം പറയാനാവുക? ഈ കവിതയില ഗുഡ് ആൻഡ് ഈവിൾ എന്ന കവിതയിൽ ഖലീൽ ജിബ്രാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ദ കോംപ്ലക്സിറ്റി ആൻഡ് മിസ്റ്റീരിയസ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യപ്രകൃതം അതിസങ്കീർണമാണ്, അത് നിഗൂഢമാണ്. ഇതിന്റെ സങ്കീർണതയും നിഗൂഢതയുമാണ് കവി എക്സ്പ്ലോർ ചെയ്യുന്നത്. ദ പോയം ഗുഡ് ആൻഡ് ഈവിൾ, Khalil Gibran explores the complexity and mysteriousness of human nature. When requested to speak about good and evil, the Prophet Al-Mustafa replies that ഒരിക്കലും നന്മയും തിന്മയും കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആരോ ആവശ്യപ്പെട്ടപ്പോൾ പ്രവാചകനായ അൽ മുസ്തഫ മറുപടി പറയുന്നുണ്ട്, ഹി ക്യാൻ സ്പീക്ക് ഓൺലി ഓഫ് ഗുഡ്. തനിക്ക് നന്മയെ കുറിച്ച് മാത്രമേ സംസാരിക്കാനാവൂ. കാരണം ഈവിൾ ഈസ് സംതിങ് നോൺ എക്സിസ്റ്റന്റ്. തിന്മയെന്ന് പറയുന്നത് ഈ ഭൂമുഖത്ത് ഇല്ലാത്ത ഒരു വസ്തുവാണ്, നോൺ എക്സിസ്റ്റന്റ് ആണ്. അത് സ്വതമേ ഒരു അസ്തിത്വമല്ല. അസ്തിത്വം അതിനില്ല തിന്മയ്ക്ക്. നന്മയ്ക്ക് മാത്രമേ അസ്തിത്വമുള്ളൂ. ദ പോയറ്റ് പ്രോഫറ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് സ്പീച്ച്, ഈ കവി അല്ലെങ്കിൽ പ്രോഫറ്റ് ആരുമാവട്ടെ ഈ സംഭാഷണത്തിനിടയിൽ പറയുന്നുണ്ട്, എംപ്ലോയ്സ് ദ ഇമേജസ് ഓഫ് ദ സ്പീച്ച്. ഈ സംഭാഷണം എന്ന് പറയുന്ന വാക്ക്, അതുപോലെ തന്നെ നടത്തം എന്ന വാക്ക്, അതൊക്കെ ബിംബങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്പീച്ച് ആൻഡ് വാക്ക് എന്തിനാണെന്ന് അറിയാമോ? ടു എക്സ്പ്ലെയിൻ ഹിസ് പോയിന്റ്. തന്റെ ആശയം കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്പീച്ച്, വാക്ക് എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഹി സേസ് ദാറ്റ് വി ആർ ഗുഡ് വെൻ വി ആർ ഫുള്ളി അവൈക്ക് ഇൻ അവർ സ്പീച്ച്. നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ പൂർണ്ണമായും ഉണർന്ന ബോധത്തോടുകൂടി വളരെ വ്യക്തതയോടുകൂടിയും സ്പഷ്ടതയോടുകൂടിയും സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലതാണ്. എന്ന് വെച്ച് എല്ലാവർക്കും അത് സാധിക്കണമെന്നുണ്ടോ? വ്യക്തതയോടുകൂടി സ്പഷ്ടതയോടുകൂടി വളരെ തികവാർന്ന രീതിയിൽ മികവാർന്ന രീതിയിൽ സംസാരിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നുണ്ടോ? ഇല്ല. കഴിയുന്നവരൊക്കെ നല്ലവർ തന്നെ. യെറ്റ് എങ്കിലും വി ആർ നോട്ട് ഈവിൾ എന്ന് വെച്ചുകൊണ്ട് നമുക്കത് കഴിഞ്ഞില്ല എന്ന് വെച്ചതുകൊണ്ട് നമ്മൾ തിന്മയല്ല. വെൻ അവർ ടങ് സ്റ്റാഗേഴ്സ് ഇൻ അവർ സ്ലീപ്പ്. നമ്മൾ ഉറങ്ങുന്ന നേരത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും നമ്മുടെ നാക്കിന് എന്തോ ഒരു കെട്ട് വന്ന് വീണതുപോലെ അത് തപ്പിത്തടയുന്നുണ്ട്. പൂർണ്ണതയില്ലാത്ത സംഭാഷണം വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ മോശമല്ല, നമ്മൾ നല്ലത് തന്നെയാണ്. ദി എക്സ്പ്രഷൻ ടങ് സ്റ്റാഗേഴ്സ് ഇൻ അവർ സ്ലീപ്പ് ഈസ് ഓഫൺ യൂസ്ഡ് മെറ്റഫറിക്കലി. ഇവിടെ ടങ് സ്റ്റാഗേഴ്സ് ഇൻ അവർ സ്ലീപ്പ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ മെറ്റഫറിക്കലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതീകാത്മകമായിട്ട്, രൂപകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഡിസ്ക്രൈബ് എ സ്റ്റേറ്റ് ഓഫ് ഇൻകോഹറന്റ് ഓർ അൺകോർഡിനേറ്റഡ് സ്പീച്ച്. പരസ്പര ബന്ധമില്ലാത്ത സംഭാഷണങ്ങൾ എന്ന ആശയമാണ്. പർട്ടിക്കുലർലി ഇൻ സ്ലീപ്പ്. പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. കൃത്യമായി കണക്റ്റഡ് ആയ ഒരു പൂർണ്ണ വാചകമൊന്നും കിട്ടണമെന്നില്ല നമ്മൾ പറയുന്നത് ഉറക്കത്തിൽ സംസാരിക്കുമ്പോൾ, സ്വപ്നത്തിൽ സംസാരിക്കും. ഇറ്റ് ഈസ് സജസ്റ്റ് ദാറ്റ് വൈൽ അസ്ലീപ്പ്. ഇതിന്റെ സൂചന ഇതാണ്, ഉറങ്ങുമ്പോൾ ദ ടങ് വിച്ച് ഈസ് ടിപ്പിക്കലി കൺട്രോൾഡ് ബൈ കോൺഷ്യസ് തോട്ട്. ബോധപൂർവമായ ചിന്തകളാൽ നാവ് നിയന്ത്രിക്കപ്പെടുന്നു. വിച്ച് മേ മൂവ് വിതൗട്ട് പർപ്പസ് ഓർ ഡയറക്ഷൻ. അതിന് കൃത്യമായ ബോധപൂർവമായ ചിന്തകളാൽ നിയന്ത്രിക്കപ്പെടുന്ന നാവിന് ഉറക്കത്തിൽ പ്രത്യേകിച്ച് പർപ്പസ് അറിയാൻ കഴിയുന്നില്ല, ദിശ അറിയാൻ കഴിയുന്നില്ല. ലീഡിങ് ടു മഫിൾഡ് സൗണ്ട്സ് ഓർ ഇവൺ ചോക്കിംഗ്. ചിലപ്പോൾ അവ്യക്തമായ ശബ്ദങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ ചില ചുമയ്ക്കുന്നത് പോലുള്ള ഭാഗങ്ങൾ മാത്രം ഉണ്ടാകും. ഇനി the poet or prophet says that even a stumbling speech may strengthen a weak tongue. പോയറ്റ് അല്ലെങ്കിൽ പ്രോഫറ്റ് പറയുന്നതായത് ഒരു തപ്പിത്തടയുന്ന സംഭാഷണത്തിന് പോലും ചിലപ്പോൾ ഒരു ദുർബലമായ നാവിനെ ബലപ്പെടുത്താനാകുമെന്ന്. വി ആർ ഓൾസോ ഗുഡ് വെൻ വി വാക്ക് ടു അവർ ഗോൾ ഫേംലി. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ദൃഢമായി നടക്കുമ്പോഴും നമ്മൾ നല്ലത് തന്നെ. ഈവൺ ഇഫ് വി ലിം, നമ്മൾ കാൽമുടന്തുമ്പോഴും വി ആർ നോട്ട് ഈവിൾ. നടക്കുക എന്നുള്ള വാക്ക് എന്നുള്ള ബിംബത്തെ കവി ഇതുപോലെ തന്നെ നന്മയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മുടന്തുമ്പോഴും നമ്മൾ മോശമല്ല. ബിക്കോസ് വി ആർ നോട്ട് ലിംപിങ് ബാക്ക്വേർഡ്. നമ്മൾ മുടന്തുന്നത് പുറകോട്ടല്ലല്ലോ, പിന്നെയും മുന്നോട്ട് തന്നെയല്ലേ, ബട്ട് ഫോർവേഡ്. നാലാമതൊരു ആശയമാണ്, വാട്ട് ഡസ് ദ പോയറ്റ് സ്പീക്ക് അബൌട്ട് ജഡ്ജിങ് അതേഴ്സ്. മറ്റുള്ളവരെ വിധി കൽപ്പിക്കുന്നതിനെ കുറിച്ച് കവി എന്താണ് സംസാരിക്കുന്നത്?
ഇൻ ദ പോം ഗുഡ് ആൻഡ് ഈവിൾ, നന്മ തിന്മ എന്ന് പറയുന്ന കവിതയിൽ ത്രൂ ദ പ്രോഫറ്റ് അൽ മുസ്തഫ എന്ന പ്രവാചകനിലൂടെ ഖലീൽ ജിബ്രാൻ എക്സ്പ്ലോർസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് മിസ്റ്റീരിയസ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യപ്രകൃതത്തിന്റെ സങ്കീർണതയും നിഗൂഢതയുമാണ് പറയുക. വെൻ റിക്വസ്റ്റഡ് ടു സ്പീക്ക് അബൌട്ട് ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ദ പ്രോഫറ്റ് അൽ മുസ്തഫ റിപ്ലൈസ്, അൽ മുസ്തഫ എന്ന പ്രവാചകൻ മറുപടി പറയുന്നു, ദാറ്റ് ഹി സ്പീക്സ് ഓൺലി ഓഫ് ഗുഡ്, താൻ നന്മയെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. ബിക്കോസ് ഈവിൾ ഈസ് സംതിങ് നോൺ എക്സിസ്റ്റന്റ്, തിന്മ എന്ന് പറയുന്നത് നിലവിലില്ലാത്ത ഒന്നാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ദ സ്പീച്ച്, സംഭാഷണത്തിനിടയിൽ ഹി സേസ് ദാറ്റ് അവർ ഗുഡ്നസ് ലൈസ് ഇൻ ലോങ്ങിങ് ഫോർ ദ റിയലൈസേഷൻ ഓഫ് അവർ സെൽസ്. നമ്മുടെ നന്മ കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മളെ കുറിച്ച് തന്നെ അറിയാനുള്ള ആഗ്രഹത്തിലാണ് കിടക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് സം പീപ്പിൾ, ചില ആൾക്കാരുടെ കാര്യത്തിൽ ദിസ് ലോങ്ങിങ് ഈസ് ആസ് ഇന്റൻസ് ആസ് എ ടൊറന്റ്, ഒരു തീവ്ര ജലപ്രവാഹം പോലെ, കുത്തിയൊഴുകുന്ന ജലപ്രവാഹത്തെ ടൊറന്റ് എന്ന് പറയുന്നു, അതുപോലെ തീവ്രമാണ്. വെറാസ് അതേസമയം ഇൻ ദ കേസ് ഓഫ് സം അതേഴ്സ്, വേറെ ചിലരുടെ കാര്യത്തിൽ ഇറ്റ് മേ ബി ലൈക്ക് എ ഫ്ലാറ്റ് സ്ട്രീം, അധികം നദിയിലെ ജലമൊന്നുമില്ലാത്ത അരുവിയ പോലെയാണ്. അതായത് വറ്റി വരണ്ട തീരാറായ ശോഷിച്ച ശുഷ്കമായ ഒരു അരുവിയെ പോലെയാണ് ചിലരുടെ കാര്യത്തിൽ ഈ തീവ്രത എന്ന് പറയുന്നത്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ അവനവനെ കുറിച്ചുള്ള ആത്മാന്വേഷണത്തിനുള്ള ത്വരയുണ്ടല്ലോ, അതിതീവ്രമാണ്, ശക്തമാണ്. എന്നാൽ മറ്റു ചിലരുടെ കാര്യത്തിൽ അവനവനെ കുറിച്ച് അറിയാൻ ഉള്ള ആഗ്രഹം, അവനവനെ കുറിച്ച് അറിയുക ഈശ്വരനെ കുറിച്ച് അറിയലാണല്ലോ. ബട്ട് ദ സ്ട്രോങ് ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ ഓൺ ദ വീക്ക് എന്ന് വെച്ചുകൊണ്ട് ദുർബലരും ശക്തരുമുണ്ട്. ഓക്കെ, ശക്തമായ ചിന്തയുള്ളവരുമുണ്ട്, ദുർബലമായ ചിന്തയുള്ളവരുമുണ്ട്. ശക്തര് ഒരിക്കലും ദുർബലരെ കളിയാക്കുകയല്ല, തരം താഴ്ത്തി കാണുകയല്ല. ലുക്ക് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ തരം താണ രീതിയിൽ നോക്കി കാണുക എന്നാണ് അർത്ഥം. സ്ട്രോങ് ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ ഓൺ ദ വീക്ക് ആൻഡ് ആർബർ പ്രിജഡിസസ് അഗൈൻസ്റ്റ് ദം. അവർക്കെതിരെ മുൻവിധികൾ നിരത്താനും പാടില്ല, മുൻവിധികൾ നങ്കൂരമിട്ട് താഴ്ത്താനും പാടില്ല. ഫോർ, കാരണം ദ ട്രൂലി ഗുഡ്, യഥാർത്ഥത്തില് നന്മയുള്ളവരെന്ന് പറയുന്നത് ഡു നോട്ട് ആസ്ക് ദ നേക്കഡ് വേർ ദർ ഗാർമെന്റ് ഈസ്. നഗ്നരായ മനുഷ്യരോട് ചോദിക്കാറില്ല അവര് എവിടെ നിങ്ങളുടെ വസ്ത്രങ്ങളെന്ന് ചോദിക്കാറില്ല. കാരണം അത് അവരുടെ നന്മയുടെ തികവില അവർ ആ ചോദ്യം ഒഴിവാക്കുന്നു. The truly good do not ask the naked where their garment is. Or അതുമല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്നത് houseless what has happened to their house. ഭവനമില്ലാത്തവനോട് നിങ്ങളുടെ വീടിന് എന്ത് പറ്റി, എന്തേ നിങ്ങൾ ഭവനമില്ലാതെ വഴിയിൽ കിടക്കുന്നു എന്ന് ചോദിക്കാറില്ല. അപ്പോ ട്രൂലി ഗുഡ് പീപ്പിൾ ആർ ഓൾവേസ് ലാർജ് ഹാർട്ടഡ്. ശരിക്കും നന്മയുള്ളവരെപ്പോഴും വിശാല ഹൃദയരാണ്. ശരിക്കും നന്മയുള്ള പീപ്പിൾ അവരെപ്പോഴും വിശാല ഹൃദയരാണ്. ദേ ഡു നോട്ട് ജഡ്ജ് അതേഴ്സ്, അവർ മറ്റുള്ളവരെ വിധിക്കാറില്ല. സോ ദാറ്റ് ദേ മേ നോട്ട് ബി ജഡ്ജ്, അതുകൊണ്ട് തന്നെ അവരെയും ആരും വിധിക്കാറില്ല. മറ്റൊരാശയം ഇതാണ്, why does the poet say that stags cannot teach swiftness to the turtle? സ്റ്റാഗ് ആൺമാനാണ്, കലമാനാണ്, അതിനൊരിക്കലും ഈ ടർട്ടിലിനെ, കടലാമയെ വേഗത പഠിപ്പിക്കാനാവില്ല എന്ന് ഈ പറയുന്നതിന്റെ കവിതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം എന്താണ്? ദ പോം ഗുഡ് ആൻഡ് ഈവിൾ എന്ന കവിതയിൽ ത്രൂ ദ പ്രോഫറ്റ് അൽ മുസ്തഫ എന്ന് പറയുന്ന കവിയിലൂടെ ഖലീൽ പ്രവാചകനിലൂടെ ഖലീൽ ജിബ്രാൻ എക്സ്പ്ലോർസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് ഇൻസ്ക്രൂട്ടബിലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യപ്രകൃതത്തിന്റെ സങ്കീർണതയെയും മനുഷ്യപ്രകൃതത്തിന്റെ ദുർഗ്രാഹ്യതയും ഗവേഷണം ചെയ്യുകയാണ്. വെൻ റിക്വസ്റ്റഡ് ടു സ്പീക്ക് അബൌട്ട് ഗുഡ് ആൻഡ് ഈവിൾ, നന്മതിന്മകളെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ദ പ്രോഫറ്റ് റിപ്ലൈസ്, പ്രവാചകൻ മറുപടി പറയുന്നുണ്ട്, ദാറ്റ് ഹി ക്യാൻ സ്പീക്ക് അബൌട്ട് ഓൺലി ഗുഡ്, തനിക്ക് നന്മയെക്കുറിച്ച് മാത്രമേ പറയാനാവൂ. ബിക്കോസ് ഈവിൾ ഈസ് സംതിങ് നോൺ എക്സിസ്റ്റന്റ്, തിന്മയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അസ്തിത്വ രൂപത്തിൽ ഈ ഭൂമുഖത്ത് നിലവിലില്ല തന്നെ. ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് സ്പീച്ച്, അദ്ദേഹത്തിന്റെ സംഭാഷണത്തിനിടയിൽ ഹി സേസ് ദാറ്റ് വി ആർ ഗുഡ്, അദ്ദേഹം പറയുന്നു നമ്മളെല്ലാം നല്ലതാണ്. വെൻ വി വാക്ക് ഫേംലി ടു അവർ ഗോൾ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ദൃഢമായ കാൽവയ്പോടുകൂടി നടക്കുമ്പോൾ നമ്മളെല്ലാം നല്ലതാണ്. ദോസ് ഹു ഓൺലി ലിംബ്, പക്ഷേ ലക്ഷ്യത്തിലേക്ക് മുടന്തി മാത്രം നടക്കുന്നവരെയും നമുക്ക് കാണാം, അവരും ഓൾസോ ഗുഡ്, അവരും നല്ലവർ തന്നെ. ബിക്കോസ് കാരണം എന്തെന്നോ, ദേ ലിംബ് നോട്ട് ബാക്ക്വേർഡ് ബട്ട് ഫോർവേഡ്, അവർ പിറകോട്ടെല്ലാം മുടന്തി നടക്കുന്നത് മുന്നോട്ട് തന്നെ, ലക്ഷ്യത്തിലേക്ക് തന്നെ. ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവരെല്ലാം നല്ലവർ തന്നെയാണ്. അതിന്റെ വേഗത കണക്കാക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അതിന്റെ വേഗതയിൽ നടന്നാൽ അത്രയും നല്ലത്. വേഗത്തിൽ നടക്കാൻ സാധിച്ചില്ലെങ്കിലും അതിൽ തിന്മ പറയാനില്ല, കാരണം അവരും പിറകോട്ട് നടക്കുന്നില്ലല്ലോ. ബട്ട് ലീപ്പിംഗ് ബിഫോർ ദ ലെയിം ഈസ് നോട്ട് കൈൻഡ്നസ്. എന്നാൽ ഒരു കാര്യം പറയുന്നു, മുടന്തി നടക്കുമ്പോൾ അയാളുടെ കൂടെ മുടന്തി നടക്കുന്നത്
അയാളോടുള്ള സഹാനുഭൂതിയൊന്നുമായി പറയാനാവില്ല. അതുകൊണ്ട് മറ്റുള്ളവർ മുടന്തി നടക്കുന്നുണ്ട്, ഞാൻ വന്നാൽ അങ്ങ് മുടന്തിയേക്കാം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ കരുണയല്ല, മറ്റുള്ളവരോടുള്ള കരുണയല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ പോയറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ലെസ് ഓൺ ദ പാർട്ട് ഓഫ് സ്റ്റാഗ്. കലമാൻ ആൺമാനിന്റെ ഭാഗത്ത് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ടു ഏക്ക് ടർട്ടിൽ സ്വിഫ്റ്റ്നസ്. ടർട്ടിലിന്റെ സ്വിഫ്റ്റ്നസ് ആക്ട് ചെയ്യുന്നത് ഒരു കാര്യവുമില്ല. ഇൻ അതർ വേർഡ്സ് ദ പെർഫോമൻസ് ഓഫ് എവറി ബീയിങ് ഈസ് യുണീക്. ഓരോ ജീവിയുടെയും പ്രകടനം ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ തനിമയാർന്നതോ ആണ്, അതിനെ പോലെ മറ്റൊരാൾക്കാവില്ല. ആൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് ഹിസ് ഓർ ഹെർ ഇൻഹെറന്റ്, അതായത് അത് പ്രതിഫലിപ്പിക്കുന്നത് അയാളുടെ അല്ലെങ്കിൽ അവളുടെ ഇൻഹെറന്റ് നേച്ചറാണ് എന്ന് പറയുകയാണ്. എ സ്റ്റാഗേർഡ് ഈസ് ഗുഡ്, ഒരു മുടന്തൻ നല്ലവൻ തന്നെ ഇൻ ഹിസ് ഓൺ വേ, അയാളുടെ സ്വന്തം രീതിയിൽ നോക്കുമ്പോൾ. ആൻഡ് സ്വിഫ്റ്റ് ഇൻ ഹിസ് ഓൺ വേ, അതേസമയം അതിവേഗത്തിൽ നടക്കുന്ന ആള് ഒരു അലസൻ, ആലസ്യ ഗമനം നടത്തുന്നവനെയാണ് സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്, അലസൻ എന്ന് പറയാം. അയാളുടെ രീതിയിൽ അയാൾ നല്ലവനാണ്. അതിവേഗം കുതിക്കുന്നവനാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന, അവനും അവൻ്റെതായ രീതിയിൽ നല്ലവൻ തന്നെയാണ്. ഗുഡ് ആൻഡ് ഈവിൾ ഈസ് പാർട്ട് ഓഫ് ദി കളക്ഷൻ ഓഫ് ദ പ്രോഫറ്റ് ജസ്റ്റ് മെൻഷൻഡ്. ഓക്കെ, കവി പറയുകയാണ് നന്മ തിന്മ എന്ന് പറയുന്നത് ഒരു ഇദ്ദേഹത്തിന്റെ ഖലീൽ ജിബ്രാന്റെ കവിതയാണ്. ഇറ്റ് എക്സാമിൻസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് ഇൻസ്ക്രൂട്ടബിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യ ജീവിതത്തിന്റെയും മനുഷ്യപ്രകൃതത്തിന്റെയും സങ്കീർണതകളും അതുപോലെ ദുർഗ്രാഹ്യതകളും മനസ്സിലാക്കാനുള്ള പ്രയാസത്തെയാണ് ഇൻസ്ക്രൂട്ടബിലിറ്റി എന്ന് പറയാം. അതിനെ കുറിച്ചൊക്കെയാണ് ഈ കവിത പറയാം. ഇൻ ദിസ് പീസ്, ഈ കവിതാഭാഗത്ത് അൽ മുസ്തഫ ദ പ്രോഫറ്റ് ഈസ് മീറ്റിംഗ് പോയിന്റ് ഓഫ് ഇസ്ലാം ക്രിസ്ത്യാനിറ്റി. ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇസ്ലാം മതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും ഒരു സംഗമ ബിന്ദുവായി അൽ മുസ്തഫ എന്ന് പറയുന്ന പ്രവാചകനെ കാണുന്നു. ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി, സാഹിത്യത്തിന്റെയും തത്വചിന്തയുടെയും ഒരു മീറ്റിംഗ് പോയിന്റ് അൽ മുസ്തഫയെ കാണുന്നു. ആസ് വെൽ ആസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഒപ്പം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റ്. When a city dweller asks him to speak about good and evil, ഒരു പട്ടണവാസി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് നന്മതിന്മകളെ കുറിച്ച് സംസാരിക്കാൻ. He replies that he can speak about only good. തനിക്ക് നന്മകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാനാവൂ. Because evil is something non-existent. തിന്മ എന്ന് പറയുന്നത് നിലവിലില്ലാത്ത, നിലനിൽപ്പില്ലാത്ത, അസ്തിത്വമില്ലാത്ത ഒന്നാണെന്ന് പറയുന്നു. It is only the absence of negation of good. അതായത് നന്മ ഒഴിഞ്ഞുകാലിയായി കിടക്കുന്ന ഇടം മാത്രമാണ് തിന്മ. നന്മയുടെ അസാന്നിധ്യമാണ് തിന്മ, നന്മയുടെ നെഗേഷനാണ് തിന്മ. ദ ഫോം ക്വസ്റ്റ്യൻസ് ദ കൺവെൻഷണൽ കോൺസെപ്റ്റ്. പരമ്പരാഗതമായി നമുക്കൊക്കെ ഒരു സങ്കല്പമുണ്ട്, അതായത് അതിനെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ. ഡ്യുവലിസം ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നന്മയുണ്ടോ, അതിന് മറുവശമുണ്ട്, തിന്മയുണ്ട്, അതായത് ദ്വന്ദ്വങ്ങൾ. ആ ദ്വന്ദ്വങ്ങളായിട്ടാണ് പ്രപഞ്ചത്തിൽ പലതും ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ട് നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടെന്ന് പറയുന്നു. ആ പതിവ് ചിന്തയെ ചോദ്യം ചെയ്യുകയാണ്. നന്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്, തിന്മ ഇല്ലെന്ന് തന്നെ പറയുകയാണ്. In this context, it is just as well one remembers that the old dualism of God and devil. അതുപോലെ തന്നെ പഴയൊരു ദ്വന്ദ്വചിന്ത മറ്റൊന്നാണ്, ഇങ്ങനെയാണ്, അതായത് ദൈവമുണ്ടോ പിശാചുണ്ട്, ഗോഡുണ്ടോ ഡെവിളുണ്ട്, അതിനെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ആൻഡ് ഇറ്റ് ഈസ് സംടൈംസ് റീപ്ലേസ്ഡ് ബൈ ദ ഐഡിയ ദാറ്റ് ഗോഡ് കണ്ടെയ്ൻസ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. അതായത് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോൾ ഖലീൽ ജിബ്രാന്റെ ഈ കവിതയുടെ ആശയത്തിൽ പറയാം, അല്ലെങ്കിൽ ഡെവിൾ ഇല്ല തന്നെ എന്ന് പറയാം. ഗോഡിന്റെ ശക്തമായ സാന്നിധ്യം ആണ് വാസ്തവത്തിൽ പ്രകാശം, അഥവാ ഗോഡിന്റെ ശക്തമായ സാന്നിധ്യമാണ് ഇരുട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇൻ ദ പോയം, കവിതയിൽ ഖലീൽ ജിബ്രാൻ എംപ്ലോയ്സ് സെവറൽ ഇമേജസ്. ഖലീൽ ജിബ്രാൻ ഒത്തിരി ബിംബങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് സിംബൽസ് ടു കൺവേ ഹിസ് ഐഡിയ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നന്മ തിന്മ എന്നീ ആശയം സംവഹിക്കാനായിട്ട്. ഹി സേസ് ദാറ്റ് evil is good tortured by its own hunger and thirst. തിന്മ എന്ന് പറയട്ടെ, അതിൻ്റെ തന്നെ ദാഹത്താലും വിശപ്പിനാലും സ്വയമേ പീഡിതമാണ് എന്ന് പറയുകയാണ്. വളരെ നന്നായി പീഡിതമാണ്. And the good is hungry and thirsty. It seeks food in dark caves and drinks in dead waters. ഇനി പറയുകയാണ്, നന്മ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുമ്പോൾ അത് ഭക്ഷണം തേടുന്നത് ഈ ഇരുട്ടാർന്ന ഗുഹകളിലാണെന്ന് പറയുകയാണ്. മൃതമായ ജലം പാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയാം. വൺ ഈസ് ഗുഡ് വെൻ വൺ ഈസ് വൺ വിത്ത് വൺ സെൽഫ്. ഒരാൾ
അയാളിൽ തന്നെ ആയിരിക്കുമ്പോൾ അയാൾ നല്ലവനാണ്. ബട്ട് ഇഫ് വി ആർ നോട്ട് വൺ വിത്ത് അവർ സെൽസ്, നമ്മൾ നമ്മളിൽ തന്നെ അല്ലെങ്കിലും വി ആർ നോട്ട് ഈവിൾ, നമ്മൾ തിന്മയല്ല, ബട്ട് ഓൺലി എ ഡിവൈഡഡ് ഹൗസ്, നമ്മൾ ഒരു വിഭജിത ഭവനം മാത്രമാണ് എന്ന് പറയുകയാണ്.